ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റിന് ഇന്ന് ധർമ്മശാലയിൽ തുടക്കം. അല്പസമയത്തിനകം ടോസ് ഇടും. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ മറ്റുന്ന. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്താണ് പ്രതീക്ഷ? ഇന്ത്യ പരമ്പര ഓൾറെഡി നേടിക്കഴിഞ്ഞു. ഇപ്പോൾ പരമ്പരയിൽ ഇന്ത്യ 3-1 മുന്നിലാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം കൂടി ജയിച്ച ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ആ ഒരു ഇതിൽ ഒന്നുകൂടി ഒരു ആധിപത്യം എടുക്കുക എന്ന് തന്നെയാണ്. ഇന്ത്യക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ ഹിമാചലിലെ ധരംശാല സ്റ്റേഡിയത്തിലുമുള്ളത്. ഇന്ത്യക്കൊരു അപ്പർ ഹാൻഡ് ഈ ടെസ്റ്റിൽ പരമ്പരയിൽ ഉടനീളം ഉണ്ടായിരുന്നു. ആദ്യ മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യക്കൊരു തിരിച്ചടി നേരിട്ടത്. അതിനുശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചു വരിക തന്നെ ചെയ്തു. ഇപ്പോൾ ആദ്യ മത്സരത്തിന് ശേഷം 3 മത്സരങ്ങൾ, അത് 4 മത്സരങ്ങളാക്കിയാൽ 112 വർഷത്തെ ഒരു ചരിത്രം കൂടി ഇന്ത്യക്ക് കിട്ടും. ഇതിനു മുമ്പ് ഓസ്ട്രേലിയയാണ് മുമ്പ് ഇതുപോലെ ജയിച്ചിട്ടുള്ളത്. ആദ്യ ടെസ്റ്റ് തോറ്റതിന് ശേഷം 4 ടെസ്റ്റ് അടുപ്പിച്ച് ജയിച്ചിട്ടുള്ള ഒരു റെക്കോർഡ് ഓസ്ട്രേലിയയുടെ പേരിലാണ്. അങ്ങനെ ഒരു റെക്കോർഡ് കൂടിയാണ് ഇന്ത്യക്ക് ഈ ധരംശാലയിൽ കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ടീമിലെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നത് ജസ്പ്രീത് ബുംറ തിരിച്ചുനൊപ്പം മലയാളിയായ ദേവദത്ത് പട്ടിക്കൽ അരങ്ങേറ്റം കുറിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എടപ്പാളുകാരനായ മലപ്പുറംകാരനായ ദേവദത്ത് പടിക്കൽ കർണാടകത്തിലാണ് ക്രിക്കറ്റ് പഠിച്ചതെങ്കിൽ പോലും തിരിച്ചു ഒരു മലയാളി പേരുകളുള്ള താരത്തിന് ഇന്ത്യൻ ടീമിൽ എത്തുന്നു എന്നുള്ളത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമെന്നുള്ള കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഇംഗ്ലണ്ടിൻ്റെ നിരയിലേക്ക് എടുക്കുമ്പോൾ അവർ ഒരു മാറ്റത്തോടു കൂടിയാണ് ഇറങ്ങുന്നത്. അത് പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആ മാറ്റം വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ആവേശകരമായ ടെസ്റ്റ് തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ അശ്വിൻ്റെ 100ാം ടെസ്റ്റാണ്. അശ്വിൻ ഇന്ത്യയുടെ എക്കാലത്തെയും വെച്ച സ്പിന്നർമാരിലൊന്ന് വിശേഷിപ്പിക്കാവുന്ന അശ്വിൻ്റെ 100ാം ടെസ്റ്റാണ്. അതോടൊപ്പം തന്നെ ജോണി ബെസ്റ്റോയുടെ 100ാം ടെസ്റ്റ് കൂടിയാണ്. അല്പസമയത്തിനകം 9 മണിക്കാണ് ടോസ് ഇടുക. 9:30-ക്കാണ് മത്സരത്തിന് തുടക്കമാവുക. ടോസ് കിട്ടിയാൽ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത.